போன கட் பண்ணு. മരിച്ചില്ലെങ്കിൽ പലിശ കൊടുത്ത് മുടി. നിന്റെയൊക്കെ ഇരിപ്പുണ്ടാകത്ത് തോന്നുന്നു ഞാനാണ് കാലിടുന്നത്. ചെറിയച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അറിയിച്ച? മക്കളെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ മരിക്കേണ്ടത് എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ചേലക്കരയിലൊരു അപ്പൂപ്പനുണ്ട്. ഇവിടെ ഒരു അച്ഛനെ കൊണ്ട് തന്നെ മടുത്തിരിക്കുകയാണ്. അപ്പാണ് ഇനി ഒരു അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ വെറും അപ്പൂപ്പനല്ല, ചാത്തൻ. ചാത്തനും കോത്തനും പോത്തനും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ചെറിയച്ഛൻ പറ. മൂപ്പർക്കൊരു മുട്ടനാടിനെ കൊടുത്താൽ മതി. അപ്പോൾ ആ മുട്ടനാടിന്റെ കാശ് കൂടി പോയി കിട്ടി. മുട്ടനാടില്ലെങ്കിൽ വേണ്ട, ഒരു ബ്രോയിലർ ചിക്കനെങ്കിലും താടാ മക്കളെ. ചെയ്ത് കാണിക്കണം. ചെറിയച്ഛ നടക്കൂ. മൂപ്പ് കൂടുതലാ. മൂവാണ്ടനല്ലേ? ഇതിന് മാത്രം പാപം എന്താ ഭാസ്കരേട്ടൻ ചെയ്തത്? ജീവൻ നൽകിയ ദൈവം തന്നെ അത് തിരിച്ചെടുക്കണ്ടേ? ചേച്ചി, നാളെ അമ്പലത്തിൽ പോകുമ്പോ ധാരയും പിൻവിളക്കും ചെയ്യാം. ആയിക്കോട്ടെ, പൈസ തരാം. കൂടോത്രത്തിലൊക്കെ ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? ഇത് കൂടോത്രമൊന്നല്ല, ദൈവത്തോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെ കൂടോത്രാവും നിശേ? ചേച്ചി, അപ്പൂപ്പ മരിക്കുമ്പോ ആ മുഖത്ത് വെക്കുന്ന സാധനം കളിക്കാൻ തരുമോ? ഏകപട, ദ്വിപട, ത്രിപട, ത്രിജി, പഞ്ചപട, ഡൽ ഡൽ ഡാട കുടിം പട, ധിനിം കുടിപട, ധിനിം ധിനിം ധിം ത്വഹ. വിശ്വാസം വരുന്നില്ലേ? ഓ, വിശ്വംസ സംഭവനെ, സഹസ്രബാഹു വീരനെ, രുധിരപാന പ്രിയനെ, വരിക വരിക വരിക. ആവാഹനം നമ, ആവാഹനം നമ. കാണുന്നില്ലേ? മഹിഷത്തിന്റെ പുറത്തേറി കാലപാശവും കൊണ്ട് സംഹാരരുദ്രൻ വരുന്നത് കാണുന്നില്ലേ? അപ്പൂപ്പനിപ്പോ ശ്വാസം കിട്ടണ്ട, കുറച്ചും കൂടി കൂട്ടിത്തരാം. ആ ശബ്ദം കേൾക്കുന്നില്ലേ? ചെറിയച്ഛൻ ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പഞ്ഞി ഞാനെടുക്കാം. ചേലക്കര അപ്പൂപ്പനെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കണം. പഞ്ഞി മൂക്കിൽ വെക്കുക, കാലിന്റെ തള്ളവർ രണ്ടും കൂട്ടി കെട്ടുക. അല്ല, കുളിപ്പിച്ചിട്ട് പോരെ ഇതൊക്കെ? പോരാ, ചേട്ടന്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. ആത്മാവ് ശരീരത്തിന്റെ സുഷിരങ്ങളിലൂടെ അകത്തേക്ക് കയറും എന്നാണ് ശാസ്ത്രം. അയ്യോ, എന്നാ വേണ്ട, ഇപ്പൊ തന്നെ വെച്ചേക്കാം. എന്നാ പിടിച്ചോ. എങ്ങനെയൊക്കെയോ ആണ് ആത്മാവ് പുറത്തിറങ്ങിയത്. ഇനി വീണ്ടും കയറുകയെന്ന് വെച്ചാല് ചെവിയിലൂടെ വെക്കട്ടെ ചെറിയച്ച. പറഞ്ഞ പണി ചെയ്താ മതി. അപ്പോ കുളിപ്പിക്കാൻ എടുക്കല്ലേ? അല്ല, മോതിരം എടുക്കണ്ടേ? അതെ. സഹദേവനും നകുലനും അവകാശപ്പെട്ട മോതിരം ഊരിയെടുക്കാവുന്നതാണ്. മറ്റെല്ലാ ലോഹവസ്തുക്കളും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഏട്ടാ, തിരിച്ചാ മതി, ഊരിപ്പോരും. എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് ടാപ്പൊക്കെ തുറക്കുന്ന പോലെ തിരിച്ച്. ഓ, ഇയാളെ കൊണ്ട് മാറ ഞാൻ നോക്കാം.
ചുമ്മാ കിടന്ന് പിടിച്ചോണ്ടിരിക്കുക. തിരിച്ചു ഊര്. തിരിക്കുമല്ലേ? കിട്ടില്ല വലിച്ച ഊര്. എന്തൂരുന്നില്ലേ? പോരുന്നില്ല. നിഷേ സോപ്പട്. കുളിക്കുന്ന വേണോ അലക്കുന്ന വേണോ? ലക്സ് കൊണ്ടുവരാം. സോപ്പിട്ട് നോക്കാം. ए भाई उधर रखो ना, मैं कितना बार बोले उधर रखो ना, वो सीधा करो. ക്യാ ക്യാ വിളിച്ചോ? ചേട്ടാ നാളെ സൈഡിൽ നിന്നും നാളെ അടി വിട്ടിട്ട് നമ്മൾ സീത ഉറക്കിയിട്ടുണ്ട്. അച്ഛാ അച്ഛാ. മുൻവശത്ത് നിന്ന് നിങ്ങൾക്ക് കാർമ്മം ചെയ്യാവുന്നതാണ്. പിന്നെ പടിഞ്ഞാറിൽ നിന്നും തെക്കോട്ടല്ലേ ബോഡി വെക്കുന്നത്, ശരിയല്ലേ? അച്ഛാ ചേട്ടാ वो पूरा रेडी है ना, मैं जा रहे उधर देखो भैया, वो देखो करोड़ा. നേരത്തോട് നേരം ആയല്ലോ, കർമ്മണം തുടങ്ങാനായില്ലേ? സ്വാമി വന്നോന്നിപ്പോ കുലം മുഖം ന്യായം ഒന്ന് നോക്കണ്ടെന്നായോ? നിങ്ങൾ ആത്മനിർഭരായിരിക്കെ, അകത്തെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശവത്തിനോട് പോലും ഇങ്ങനെ കാണിക്കല്ലേ ചേട്ടാ. ഇനിയും താമസിച്ച പണി വാഴുമെന്നാ തോന്നുന്നേ. വേണ്ട, പോയിക്കണ്ട. ആളുകളൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ഇനിയും ബോഡി വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. മോതിരം ഊരി വരുന്നില്ല ചെറിയച്ചാ. ബോഡി ആകെ ഏറെ കയറി നീര് വെച്ചിരിക്കുക. അതൊന്നും പറ്റത്തില്ല. ബോഡി എടുക്ക്, ബോഡി എടുക്ക്. മോതിരം ഊരാണ്ട് എങ്ങനെയാ? ഇനിയും വെച്ചോണ്ടിരുന്ന നാട്ടുകാരൻ ഇന്ത്യയൊക്കെ എല്ലൂരും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചെറിയത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ പറയ്. എന്തോ ഐഡിയ പറയാൻ? വിരല് മുറിക്കാൻ പറ്റുമോ? ചെറിയച്ഛൻ പറയുവാണെങ്കിൽ ഒരു വാക്കിന് പറഞ്ഞതാടാ മക്കളെ. നോക്ക് ചേട്ടാ, നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറയാൻ തുടങ്ങി. എനിക്കിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ചെറിയച്ച അച്ഛനെ കുളിപ്പിക്കാൻ എടുക്കാം. എടാ, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു. എന്റെ വീടാത്. ഇവിടെ അഭിപ്രായം പറയാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. അവൻ പറഞ്ഞു കേട്ടില്ലേ ഇത് അവന്റെ വീടാണെന്ന്? അതെ, അച്ഛന്റെ കാര്യത്തിൽ നിങ്ങളെ പോലെ എനിക്കും അഭിപ്രായം പറയാം. കൂടുതൽ വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടാ ഇറക്കാം. മോതിരം ഊരാതെ ഈ ബോഡി ഇവിടെ നടക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. നീ വേറെ പണി വല്ലതും പോയി നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ മോതിരത്തിന്റെ ഷെയർ എനിക്കും കൂടെ വേണം. എന്ത്? ഇത്രയും കാലം ഞാൻ ഒറ്റക്കല്ല അച്ഛനെ നോക്കിയത്. നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അനിയനാണെന്നൊന്നും നോക്കില്ല, കൊന്നുകളെ ഞാൻ. സഹദേവ പിടിപിടി. നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ. നിങ്ങൾ അച്ഛന്റെ വിരലും മുറിക്കാൻ പോകണമെന്ന് ഞാൻ നാട്ടുകാരോട് പറയും. ശിവ ശിവ. സഹദേവ പിടി. അർജുൻ നീ ഇങ്ങ് വന്നേ, നീ വന്നേ. ഞാൻ പറഞ്ഞു കേക്ക്, ഇവന്മാർക്ക് എല്ലാം ഭ്രാന്ത. ആ രാജയെ വിളിച്ച ചേട്ടനൊന്ന് വിളിക്ക്. നീ സംസാരിച്ചാ മതി. സ്പീക്കറിലിട്. என்ன சகாதேவா, மத்தியானத்துக்கு முந்தி பணத்தோட ஆள் அனுப்பி வைக்கிறேன். நீ மோதிரத்தை அனுப்பி வை. என்ன രാജാ സാർ, ഒരു ചിന്ന പ്രശ്നം. മോതിരം ഊരി വരുന്നില്ല. വെരി ടൈറ്റ്. அப்படியா? சரி, அப்ப மோதிரத்தோட அப்பாவை கொளுத்திரு. കൊളുത്തോ? ஆமாண்டா. കത്തിക്കാൻ. അപ്പൊ മോതിരം ഊരിക്കെ പോത്തില്ലേ? இது வைரம் தானே, தீயிலலாம் உருகாது. இது கூட தெரியல. நீ எல்லாம் ஒரு வாத்தியாரு. என்ன புரிஞ்சுதா? எல்லாம் முடிஞ்சோன்னா போன் பண்ணு. അല്ലണ്ണാച്ചി, ഒരു മിനിറ്റ്. കട്ടായി. നീ ഒന്ന് പോയി നോക്കിട്ട് വരണ്ട്. ഭാഗ്യം ചെയ്ത ആളാ ഭാസ്കരൻ. പിള്ളേരുടെ ഒക്കെ വിഷമം കണ്ടില്ലേ? അതെ, മക്കൾക്ക് വല്ല കാര്യമായിരുന്നു. എന്തൻ മകനെ നിൻ മുഖാംബുജം പാടുവാൻ പരം വിശക്കയോ
നിർത്തണ്ട, തുറന്നോളൂ. വെളുപ്പിനായിരുന്നു. നിങ്ങളുടെ സമയം കണ്ടത് കമ്മിറ്റി ഓഫീസറായിരുന്നു പറയണം. സംഗതി കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ തെളിച്ചു പറ മുകുന്ദ. ഉല്ലാസ്ജി കുത്തിത്തിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അഭിപ്രായ വോട്ടെടുപ്പ് വന്നാൽ ഞാൻ പറയാനറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. അതെന്ത് ന്യായം? കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചല്ലേ. നിങ്ങൾ ആരോടെ ന്യായമൊക്കെ പറയുന്നു? സാധേട്ടന്മാരെ ഇടാണ്ട് ദിനകർജിയെന്ന് വിളിക്ക്. സംഗതി വൈകിക്കാതെ അറേഞ്ചാക്കി നോക്ക്. ബാക്കി നമുക്കാക്കാം. സംസാരം വേണ്ട കേട്ടോ. എന്നാ ഞാനങ്ങോട്ട് അസേട്ടാ ഇരിക്കട്ടെ. സംഖ്യയില്ലാതെ ആളാവുമുണ്ട്. എന്തുപറ്റി? പിന്നെ പറയാം. മോതിരം കത്തിപ്പോവില്ലല്ലോ അല്ലേ? അണ്ണാച്ചി പറഞ്ഞ നേരാ, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ഓക്കെ ഓക്കെ, ശരി സ്വാമി. അത് സ്വാമിയല്ല, ആനക്കാരനാ. സൗഭാഗ്യ സമ്മാനങ്ങൾ ദരിദ്രമായി നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു. വരൂ, നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ വാങ്ങും. സൗഭാഗ്യ സമ്മാനങ്ങൾ ദരിദ്രമായി നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു. വരൂ, നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ വാങ്ങും. ആരത്? അത് നമ്മുടെ സുഹാസിനി, നമ്മുടെ ഭാസ്കര പിള്ളയുടെ മൂത്തൊരാളില്ലേ ധർമ്മൻ, അയാളുടെ ഭാര്യയും മോനും. ഏട്ടത്തിയ വിരലിന്റെ അങ്ങോട്ടൊന്നും വിടരുത് കേട്ടോ. വിഷമമുണ്ടാവും, പക്ഷെ പിടിച്ചു നയിക്കണം. വിഷമമുണ്ടാവും, പക്ഷെ പിടിച്ചു നയിക്കണം. നിന്നോളാം. നീ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? വേണ്ട, എല്ലാം മാറി. ചൊല്ലേ. വിഷമമുണ്ടാവും, പക്ഷെ പിടിച്ച് നിന്നോളാം. ചെല്ലേ, ഇവിടെ പിടിച്ചിരിക്കെ പ്ലീസ്. ഒന്ന്. താങ്ക് യു. ഇവിടെ പിന്നെ വിഷമം ഉണ്ടാവുമല്ലോ. ചേട്ടാ ഒന്ന് പെട്ടെന്നാവട്ടെ ചേട്ടാ, 6 മണിക്ക് വേറെ ആളെ കത്തിക്കാനുണ്ട്. ജൽദി കയറാണോ? മോനെ സഹദേവ, ഇനി ആരെയും കാക്കാനില്ലല്ലോ. ഇല്ല. അപ്പൊ എടുക്കല്ലേ? എടുക്കാം. അധിക നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ചീഞ്ഞു പോവും. അച്ഛനെടുത്തു മക്കളെ. എഴുന്നേക്കണം മോനെ, എഴുന്നേക്ക് മോനെ. എണ്ണീരടാ, അമ്മ കമ്പുമുട്ടായി മേടിച്ചു തരാം. എണ്ണീര് മോനെ. മോനെ, എനിക്ക് അച്ചാച്ചന്റെ മോതിരം വേണം.
അറിയാത്ത കൊച്ചല്ലേ, അതും അങ്ങ് ഊരി കൊടുത്താൽ എന്താ നിങ്ങൾക്ക്? സമയമാകുന്നതാണ്, തിരക്ക് പിടിക്കണ്ട. പയ്യെ, പയ്യെ. ആ. ശിവകരം ശിവാർഗപ്രണയ 16 കഴിയുന്നവരെ കരിന്തിരി ആവാനോ വിളക്ക് കെടാനോ പാടില്ല. ശ്രദ്ധിക്കുക. എന്റെ ധർമ്മേട്ടൻ മരിച്ചപ്പോ ഈ പായലിരിക്കാൻ ആരുമില്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ തന്നെ വേണ്ടി വന്നല്ലോ. പോട്ടെ എടുത്തി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, മരിച്ചു മണ്ണിനോട് ചേർന്നാലും ഞാനതൊന്നും മറക്കില്ല. ആന ചവിട്ടി എൻ്റെ ധർമ്മേട്ടൻ ആശുപത്രിയിലായിരുന്നപ്പോൾ നിന്റെ കെട്ടിയന്മാരോടെല്ലാം ഞാനിച്ചിരി പൈസ യാചിച്ചതാ. 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. എൻ്റെ ധർമ്മേട്ടൻ ഇപ്പോഴും എൻ്റെ കൂടെ കണ്ടേനെ ആയിരുന്നു. കരയില്ല എടുത്തി. എവിടെ പോവാ? അവിടെ 16 കഴിയാതെ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. കരിന്തിരി എരിയരുത്. ഞാനേ ഓരോന്ന് ഓർത്തപ്പം കയ്യിൽ നിന്ന് വിട്ടുപോയതാ. അവരെന്തു പറഞ്ഞു? ഇതറിയാനാണ് നീ നട്ടപ്പാതിലേക്ക് വന്നേ. അതൊന്നും നടപടിയാത്തില്ല. അപ്പൊ നീ ചോദിച്ചില്ലേ? ചോദിക്കാഞ്ഞിട്ടല്ല, അവർ രണ്ടുപേരും ഒറ്റക്കൈയാണ്. പിന്നെ മുറപ്രകാരം വീട് നമുക്കുള്ളതല്ലേ. പിന്നെ എന്തിനാ വെറുതെ അതിൻ്റെ പുറകെ പോകുന്നേ? അതവരെടുത്തോട്ടെ. ചിതല് തിന്ന 4 കഴുക്കോലും പൊളിഞ്ഞു വീഴാറായി കുറെ ചുമരും. ഇതെന്നെ വീടെന്നൊന്നും പറയില്ല നീ. അതെന്നെ കിട്ടിക്കഴിയുമ്പോൾ പറ. എന്താ ഇപ്പൊ പ്രശ്നം? മോതിരം വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ. പിണങ്ങല്ലേ മിനിമോളെ. എനിക്ക് 2 ആഴ്ചയായിട്ട് പീരീഡ്സ് ഡിലേ ആണ്. അതിന് എങ്ങനെ? മിനിമോളെ തമാശ കളിക്കില്ല നീ. അതിപ്പോ വേറെ എന്തെങ്കിലും ആയിക്കൂടെ? അല്ലെങ്കിൽ തന്നെ എനിക്കിത് നോക്കി കണ്ടും ചെയ്തൂടെ? ഞാനോ? ഉറപ്പൊന്നുമില്ലല്ലോ. ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാം. അച്ഛന്റെ ടെൻഷന്റെ ഇടയ്ക്ക് കൺഫേം ആയിട്ട് പറയാന്ന് വെച്ചതാ. എന്ത് 2 വരെ? ഇനിയിപ്പോ എന്ത് ചെയ്യാ? എനിക്കറിയില്ല, നീ എന്താന്ന് വെച്ചാ ചെയ്. എടി ഒന്ന് നിന്നേ. വീട്, എനിക്ക് ഉറങ്ങണം, നല്ല ക്ഷീണം. ലിറ്ററിന് 700 രൂപയാണ് വില. ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ 400 രൂപയ്ക്ക് കൊടുക്കും. ഓ, അപ്പോൾ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുമായിരിക്കും. എൻ്റെ സഹദേവ, ഇതൊക്കെ നിർത്തിയിട്ട് നടപടിയാകുന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്ക്. പുച്ഛം ഈ കുപ്പായത്തിന് യോജിച്ചല്ല. പുച്ഛം ഉണ്ടാകാത്ത തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ നീയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചോണ്ടിരിക്കുന്നത്. ചെറിയച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് പ്ലാൻ ചെയ്യണം. ഒന്നാമതേ അവകാശികളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ.
പോരാത്തതിന് ഇവിടുത്തെ ചെലവും ഇന്ന് തന്നെ എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയെന്നറിയാവോ? ഷെയർ ഇടുമ്പം എല്ലാത്തിനും ഒരു കണക്കുണ്ടാവണം. കണക്ക് ഞാനും കൂട്ടി വയ്ക്കുന്നുണ്ട്. എന്തോന്ന്? മരമുറി ഷവർക്ക് ഉൾപ്പെടെ എല്ലാം ഞാനല്ലേ സെറ്റിൽ ചെയ്തേ. ദേ എൻ്റെ കയ്യിൽ കണക്കുണ്ട്. അപ്പൊ പന്തലും കസേരയും ലൈറ്റുവാ. ഇനി ഇഡലിയും സാമ്പാറും ഞാനാണ് സ്പോൺസർ ചെയ്യാൻ പോണേ. സഹദേവ നിർത്ത്. 10 മിനിറ്റ് തികച്ചൊരിടത്തിരിക്കില്ല രണ്ടുപേരും. തർക്കം വേണ്ട. ഇപ്പൊ ഇഡലിയും സാമ്പാറും ഒന്നും ആർക്കും വേണ്ട. മസാല ദോശയാണ് ട്രെൻഡ്. മസാല ദോശയിൽ നിർത്തണ്ട, സഞ്ചയനത്തിന് ഹൽദിയും മെഹന്തിയും കൂടെ വയ്ക്കാം.